നിറങ്ങൾക്ക് പല പല അർത്ഥതലങ്ങളുണ്ടല്ലേ. ചുവപ്പിനെ രക്തത്തോടും യുവത്വത്തോടും സാമ്യപ്പെടുത്തുമ്പോൾ നീലയെ ഐസൊലേഷനായും അതുപോലെ കാംനെസ്സായും ബന്ധപ്പെടുത്താം. ചിത്രകാർക്ക് നിറങ്ങളുടെ അർത്ഥതലങ്ങൾ ചിലപ്പോൾ ഇതിലും വ്യത്യസ്തമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിറങ്ങളെക്കുറിച്ചാണെങ്കിലും ക്യാൻവാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിറങ്ങളെ പറ്റിയല്ല. ഈ വർഷത്തിന്റെ സ്വന്തം നിറത്തെ പറ്റി. വർഷത്തിന് നിറമോ? കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ. എന്നാൽ ഞാൻ പറയുന്നത് കുറെയൊക്കെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഫാഷൻ ഇൻഡസ്ട്രിയിലും ഡിസൈനിങ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നവർക്ക്. അതെ, ഓരോ വർഷത്തിനും ഓരോ നിറങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പാന്റോൺ കളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എല്ലാ വർഷവും കളർ ഓഫ് ദി ഇയർ പ്രഖ്യാപിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയി കളർ സ്റ്റാൻഡേർഡ്സ് നൽകുകയും ബ്രാൻഡ് ഐഡന്റിറ്റി, പ്രൊഡക്റ്റ് കളർ കൺസൾട്ടിംഗ്, പാന്റോൺ കളർ ഓഫ് ദി ഇയർ, ഫാഷൻ റൺവേ, കളർ ട്രെൻഡ്സ് റിപ്പോർട്ടുകൾ, കളർ സൈക്കോളജി എന്നിവയും നൽകുന്ന ഒരു കമ്പനിയാണ് പാന്റോൺ കളർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ ഓരോ വർഷവും കളർ അസൈൻ ചെയ്യുന്നതെന്ന്. അതിന് കാരണം ഇതാണ്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പാന്റോൺ കളർ ഓഫ് ദി ഇയർ എന്തെങ്കിലും വാങ്ങണോ വേണ്ടയോ എന്ന ഉപഭോക്താവിന്റെ തീരുമാനത്തെ കളർ സ്വാധീനിക്കും എന്ന കാഴ്ചപ്പാടാണ്. കളർ എന്നത് ബ്രാൻഡിങ്ങിനെയും മാർക്കറ്റിങ്ങിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. നമ്മൾ പറഞ്ഞു വന്നത് കളർ ഓഫ് ദി ഇയറിനെ പറ്റിയാണ്. ഈ വർഷത്തെ കളർ പീച്ച് ഫസ് ആണ്. പിങ്ക് നിറത്തിനും ഓറഞ്ചിനും ഇടയിലുള്ള ഇളം മൃദുലമായ ഷെയ്ഡ്. പീച്ച് ഫസ് പാന്റോണിന്റെ കളർ ഓഫ് ദി ഇയർ പ്രോഗ്രാമിന്റെ 25ാം വാർഷികം അടയാളപ്പെടുത്തുന്നു. ഈ മൃദുവായ ഹൃദയസ്പർശിയായ നിറം ദയയും അനുകമ്പയും ബന്ധവും പരിപോഷിപ്പിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ പ്രകടിപ്പിക്കുന്നു. എല്ലാവരും സമാധാനപൂർണമായ ഒരു ഭാവി തേടുമ്പോൾ ആഴത്തിലുള്ള സൗഹൃദം വളർത്താൻ ഈ നിറത്തിലൂടെ കഴിയുമെന്ന് പാന്റോൺ കളർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കളർ സൈക്കോളജി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 2023 പാന്റോണിന്റെ നിറം വിവ മജന്തയായിരുന്നു. പിങ്ക് ടോണുകളോടുകൂടിയുള്ള കടും ചുവപ്പ്. പാന്റോൺ അതിനെ പവർഫുൾ ആൻഡ് എംപവറിംഗ് എന്നും ആഹ്ലാദകരവും ശുഭാപ്തി വിശ്വാസവുമുള്ളതായ ആഘോഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്പന്ദിക്കുന്ന നിറം എന്നും വിവരിക്കുന്നു. ഇനി നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഫാഷൻ ആൻഡ് ഡിസൈനിങ് ഇൻഡസ്ട്രിയിലും ബ്രാൻഡിങ്ങിന്റെ ഭാഗമായും മാർക്കറ്റിംഗിന്റെ ഭാഗമായും ഈ പീച്ച് ഫസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.